നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ബി.ജെ.പി. 47 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിച്ച പോലെ തന്നെ നേമത്ത് മത്സരിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കെ സുരേന്ദ്രൻ, വി മുരളീധരൻ, ആർ ശ്രീലേഖ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവരും ആദ്യ പട്ടികയിലുണ്ട്. LDF, UDF മുന്നണികൾ ഒരുപോലെ എതിരാളികളാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞങ്ങൾ ഒരു ശക്തമായ ഒരു ഫൈറ്റിന് തയ്യാറാണെന്ന് ആദ്യം മുതൽ പറയുന്നതാണ്. ഒരു റെപ്രസെന്റേറ്റീവ് ലിസ്റ്റായിട്ട് ആണ് ഈ ആദ്യത്തെ ലിസ്റ്റ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. സീരിയസ് ഇലക്ഷനാണ്. മാറ്റം തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. മാറ്റം തുടങ്ങണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. CPM-ഉം കോൺഗ്രസ് രണ്ടല്ല, അവർ ഒന്നാണ്. അത് ഏത് കാര്യം, ഏത് ക്രൈറ്റീരിയ നോക്കിയാൽ അവർ ഒന്നാണ്. രണ്ടുപേരും ഒരുമിച്ച് അവർ അന്ധധാരണയും ഞങ്ങളെ തോൽപ്പിക്കാൻ നടക്കുന്ന രണ്ട് പാർട്ടീസാണ്. ഒരുമിച്ച് അവർ തന്ത്രങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾക്ക് സംശയമില്ല. അപ്പോ ഇതിലൊരു ബിഗ് എനിമി, സ്മോൾ എനിമി ഒന്നും ഞങ്ങൾ കാണുന്നില്ല. രണ്ടുപേരും ജനങ്ങളെ വഞ്ചിച്ച് 60-70 കൊല്ലമായിട്ട് വ്യാജ വാഗ്ദാനം കൊടുത്ത് നടന്ന് ഇലക്ഷൻ വോട്ട് നേടിയ പാർട്ടികളാണ്. അച്യുതനുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ബി.ജെ.പിയുടെ ആദ്യ പട്ടിക വന്നു. ഈ പൂർണ്ണമായി എപ്പോഴാണ് സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരിക? എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ്, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. 47 സ്ഥാനാർത്ഥികളെയാണ് ഈ ആദ്യഘട്ടത്തിൽ ബി.ജെ.പി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് പ്രാദേശിക തലത്തിൽ ഈ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ഒപ്പം തന്നെ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം നടത്തിയ സർവേ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടായിരുന്നു ഈ ആദ്യ പട്ടികയിലെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചത്. അതിൽ ബി.ജെ.പിയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്നും, മുൻ അധ്യക്ഷരായിട്ടുള്ള കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും, അതുപോലെ വി മുരളീധരൻ കഴക്കൂട്ടത്തും മത്സരിക്കും. ഒപ്പം തന്നെ ആർ ശ്രീലേഖ വട്ടിയൂർക്കാവിലാണ് മത്സരിക്കുക. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. മാത്രമല്ല മറ്റു മുതിർന്ന നേതാക്കൾ പി.കെ. കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ, പി.കെ. കൃഷ്ണദാസ് കാട്ടാക്കട മത്സരിക്കും. ഇതിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടായത് കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ്റെതായിരുന്നു. ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാവുകയാണ്. പാലയിൽ ഷോൺ ജോർജ് മത്സരിക്കും. പൂഞ്ഞാറിൽ PC ജോർജ് ആണ് സ്ഥാനാർത്ഥി. അങ്ങനെ 47 പേരുടെ പട്ടികയാണ് ഇന്ന് ബി.ജെ.പി പുറത്തുവിട്ടത്. ഒപ്പം തന്നെ CPIM-ൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തിയ S രാജേന്ദ്രൻ ദേവികുളത്താണ് മത്സരിക്കുക. കോൺഗ്രസ് വിട്ടുവന്ന C രഘുനാഥ് കണ്ണൂരും R രശ്മി കൊട്ടാരക്കരയിലും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളാവുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഈ നിലവിലെ 47 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ പ്രചാരണ പരിപാടികളിലും സജീവമാകാൻ തുടങ്ങി. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.